ഹായ്, ഞാൻ കല്യാണത്തിന് പോയപ്പോഴേ ഒരു നാരങ്ങ അച്ചാർ കൂട്ടിയേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് കൂട്ടുകയാണ്. അപ്പോൾ ഈ നാരങ്ങ വെച്ചാണ് അച്ചാർ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെത്തിയെടുക്കാം. ഇത് നല്ലപോലെ പഴുത്ത നാരങ്ങയാണ്. ഇപ്പോഴും നമ്മുടെ നാരങ്ങയൊക്കെ മേളത്തെ തൊലിയൊക്കെ ഞാൻ ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ അരി ശരിക്കും അരിയുണ്ട് ഇതിനകത്ത്. അപ്പോൾ അരിയൊക്കെ എടുത്ത് കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ ഈ നാരങ്ങയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാറിന് വേണ്ടുന്ന സാധനങ്ങളാണ്: ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി കുറച്ചായാലും മതി, ഞാൻ ഇച്ചിരി തോനെ എടുത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ ഉണ്ടമുളക്, ഈ ഉണ്ടമുളക് തന്നെ അതിന് വേണം. അതാണ് അതിൻ്റെ ടേസ്റ്റും മണവും. ആ ഉണ്ടമുളകിൻ്റെ മണമാണ് അതിന് പ്രത്യേകിച്ച് നിൽക്കുന്നത്, ടേസ്റ്റും അതാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടമുളക് തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് ഈ മുളക് കൂടെ അരിഞ്ഞുകൊണ്ട് വരാം. അച്ചാറിനുള്ള ഉണ്ടമുളകൊക്കെ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അച്ചാറിനുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേഗം അച്ചാർ ഉണ്ടാക്കിയാലോ. അച്ചാർ ഉണ്ടാക്കാനുള്ള ചട്ടിയൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് അച്ചാറല്ലേ ഉള്ളൂ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നല്ലെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഉണ്ടമുളകും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവയൊന്ന് മാറി വന്നാൽ മതി. ഒരുപാടങ്ങ് മൂക്കിയൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും ഉണ്ടമുളകും വെളുത്തുള്ളി എല്ലാം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇട്ട ഉപ്പൊക്കെ അതിൽ കിടന്ന് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴിത് ഒരാഴ്ചയൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ മധുരവും ഉപ്പും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മളുണ്ടാക്കിയ നാരങ്ങ അച്ചാറൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് തോനെ വെളുത്തുള്ളിയുണ്ട്. ഈ വെളുത്തുള്ളി നല്ല ടേസ്റ്റാണ്. 2 ദിവസം കഴിയുമ്പോഴേ ഇത് പറക്കി തിന്നാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ തോനെ വെളുത്തുള്ളി അതിലേക്ക് ഇട്ടത്. അപ്പോൾ നമുക്കിതൊരു ഭരണിയിലേക്ക് ആക്കാം. ഉണങ്ങിയൊരു ഭരണി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. നാരങ്ങ അച്ചാറൊക്കെ ഞാനൊരു ഭരണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.